വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനം നടത്തുന്ന കമ്പ്യൂട്ടർ കോഴ്സിന് മുഖ്യമന്ത്രിയുടെ വകുപ്പിന്റെ അനുമതിയില്ല. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇരയാവുന്നത് വൻ തട്ടിപ്പിന്. കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് ഇല്ലാത്ത അംഗീകാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യവസായ വകുപ്പിന്റെ അറിവോടെ വ്യവസായ സഹകരണ സംഘങ്ങളുടെ ഫെഡറേഷനായ റൂട്രോണിക്സ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരമുണ്ടെന്ന പരസ്യം നൽകി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ പരസ്യം കണ്ടാൽ സർക്കാർ പരസ്യമാണെന്നേ തോന്നൂ. കേരള സർക്കാരിന്റെ മുദ്രയുമായി സമാനതയുള്ള മുദ്ര ഉപയോഗിച്ചാണ് റൂട്രോണിക്സ് പരസ്യം നൽകിയിരിക്കുന്നത്. തട്ടിപ്പിന് സഹായം വ്യവസായ വകുപ്പ് ഇറക്കിയ ഉത്തരവും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പ്രത്യേകമായി പരസ്യത്തിൽ കട്ടികൂടിയ അക്ഷരങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. 251 ഫ്രാഞ്ചൈസികളിലൂടെ 1 വർഷത്തെയും 6 മാസത്തെയും കോഴ്സുകളാണ് റൂട്രോണിക്സ് നടത്തുന്നത്. ഓരോ സ്ഥാപനവും നൽകേണ്ട ഫ്രാഞ്ചൈസി ഫീസ് 25,000 രൂപയാണ്. 281 ഫ്രാഞ്ചൈസികളിലൂടെ 62,75,000 രൂപ ഈ ഇനത്തിൽ റൂട്രോണിക്സിന് ലഭിക്കുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് രക്ഷിതാക്കൾ കുട്ടികളെ കമ്പ്യൂട്ടർ കോഴ്സിന് ചേർത്തുന്നത്. രക്ഷിതാക്കളിൽ നിന്നാണ് ഈ പണം കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ വസൂലാക്കുന്നത്. റൂട്രോണിക്സിന്റെ പരസ്യം കണ്ട് ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സമയം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അഭിലാഷ് നായർ, മനോരമ ന്യൂസ്, കണ്ണൂർ. വ്യവസായ വകുപ്പ് ഇറക്കിയ ഉത്തരവിന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരമില്ല. വ്യവസായ സഹകരണ സംഘങ്ങളുടെ ഫെഡറേഷനായ റൂട്രോണിക്സിന്റെ കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് അംഗീകാരമുണ്ടെന്ന ഉത്തരവാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിക്കാത്തത്. വ്യവസായ വകുപ്പിന്റെ ഈ ഉത്തരവിന്റെ മറവിൽ വൻ തട്ടിപ്പിലാണ് കളമൊരുങ്ങുന്നത്. വ്യവസായ വകുപ്പ് ഇറക്കിയ ഉത്തരവാണിത്. ഈ ഉത്തരവിൽ പറയുന്നത് വ്യവസായ സഹകരണ സംഘങ്ങളുടെ ഫെഡറേഷനായ റൂട്രോണിക്സ് നടത്തുന്ന 10 കോഴ്സുകൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരമുണ്ടെന്നാണ്. എന്നാൽ വ്യവസായ വകുപ്പിന്റെ ഈ ഉത്തരവ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിട്ടില്ല. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകാനും സ്ഥാപിച്ച വ്യവസായ സഹകരണ സംഘങ്ങളുടെ ഫെഡറേഷനാണ് റൂട്രോണിക്സ്. റൂട്രോണിക്സ് നടത്തുന്ന കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരം നൽകണമെന്ന അപേക്ഷ പ്രകാരമാണ് ഉത്തരവിറക്കിയിരിക്കുന്നതെന്ന് വ്യവസായ വകുപ്പ് പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ കീഴിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് വ്യവസായ വകുപ്പിന്റെ ഉത്തരവ് അംഗീകരിച്ചിട്ടില്ല. റൂട്രോണിക്സിന്റെ കോഴ്സുകൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരമില്ലെന്ന് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കുന്നു. എന്നാൽ കോഴ്സിന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയുണ്ടെന്ന് പറഞ്ഞാണ് റൂട്രോണിക്സ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കബളിപ്പിക്കുന്നത്. ഇതിനായി വ്യവസായ വകുപ്പ് ഇറക്കിയ തെറ്റായ ഉത്തരവിന്റെ പിൻബലത്തോടെയാണ് പരസ്യങ്ങൾ നൽകുന്നത്. ഇതിനിടെ വ്യവസായ വകുപ്പിലെ ഉന്നതരുടെ സ്വാധീനം ഉപയോഗിച്ച് റൂട്രോണിക്സ് കോഴ്സുകളുടെ പരീക്ഷ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ട് നടത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അഭിലാഷ് നായർ, മനോരമ ന്യൂസ്, കണ്ണൂർ. കശ്മീർ സ്ഥിതികളെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇന്ന് ബിജെപി ഉന്നതതല യോഗം ജമ്മുവിൽ ചേരും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് LK അദ്വാനി